ഹായ് കുട്ടീസ്. അപ്പോൾ ഇന്ന് വന്നേക്കണത് എല്ലാവരും ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ ഓണത്തിനൊക്കെ നമ്മുടെ ഒരു കോംബോ ഇല്ലേ, അതായത് പാലട പായസവും പഴം ശർക്കരയൊക്കെ ഇട്ട് പുഴുങ്ങിയതും പപ്പടമൊക്കെ കൂട്ടി കഴിച്ചിട്ടൊരു കഴിക്കല്. അപ്പോൾ അതാട്ടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ജസ്റ്റ് ഒരു റീല് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂട്ടി വേറെ അടുത്ത് നമുക്ക് പായസവും പഴം പപ്പടമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാലേ ചെയ്യുന്നത്. അപ്പം തന്നെ ഏട്ടൻ പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. ആ കൂടി പാലും അടയും മാത്രമല്ല വാങ്ങാനായിട്ടുള്ളൂ, ബാക്കി സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. പാലട പായസം ഉണ്ടാക്കുമ്പോൾ അത് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലല്ലോ നമുക്ക്, അതെങ്ങനെ ഇളക്കി ഇളക്കി നിൽക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വാങ്ങിച്ചു വന്നിട്ട് നമുക്ക് അന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അന്ന് നല്ല മഴയും കറണ്ട് പോക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ കാരണം നമുക്ക് അന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം വൈകുന്നേരം കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ സൂരജിൻ്റെ അടയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റ് അടയാണ് യൂസ് ചെയ്യാറ്. ഇപ്രാവശ്യം മട്ടയുടെ അടയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഏട്ടാ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ എടുത്തതായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മറ്റേ അടയെക്കാട്ടും ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ കുറച്ച് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു. ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റി മാറ്റി വെച്ചു കേട്ടോ. നല്ല പച്ചവെള്ളത്തിൽ ഒന്നും കൂടി കഴുകിയിട്ട് നന്നായിട്ട് ഊറ്റിയിട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് വറുത്തിട്ട് അങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അട കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു പച്ചച്ചോവ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ പാല് ഇവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കാനായിട്ട് നോക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പായസത്തിൻ്റെ മെയിൻ ഒരു പണിയല്ലേ ഇങ്ങനെ ഇളക്കി നിൽക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ പാട കിട്ടും. പാട കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ല. നമ്മുടെ പായസം കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ അടയും കൂടി അതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്തു. പക്ഷെ നമ്മളെല്ലാ വട്ടം അടയും ഞാൻ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ കട്ടകളുണ്ടാവും. എന്നിട്ട് വേറെ സ്പൂണ് വെച്ചിട്ട് അതിങ്ങനെ ഉടച്ചു കൊടുക്കുകയൊക്കെ ആട്ടോ ചെയ്യാറ്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. അതെന്താ കാരണം എന്നൊന്നും എനിക്കറിയില്ല. അപ്പം നല്ല സുഖമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തപ്പോൾ തന്നെ അതിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് സെറ്റായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഈ മട്ടയുടെ അട യൂസ് ചെയ്യണ കാരണം കൊണ്ട് തന്നെ ചെറിയൊരു ഷെയ്ഡും വന്നു കേട്ടോ നമ്മുടെ പായസത്തിനായിട്ട്. അല്ലാണ്ട് നമ്മൾ കുറുക്കിയിട്ടൊന്നും ഷെയ്ഡ് വരാനായിട്ട് പോണില്ല. അത് കഴിഞ്ഞിട്ട് അടയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാട്ടോ നമ്മളിവിടെ പഞ്ചസാര ഇട്ട് കൊടുത്തേക്കണം. നമുക്ക് ബാച്ച് വൈസ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർക്കാട്ടോ, കുറച്ചായിട്ട് ചേർക്കാം. ഞാൻ ഇപ്രാവശ്യം മൊത്തത്തിൽ ഇടാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ടൈമിൽ തന്നെ ഞാൻ പഴം പുഴുങ്ങാനായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം പുഴുങ്ങണം നല്ല കുറുക്കിയിട്ടായിരിക്കും ശർക്കര പാവ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പായസത്തിൽ നുള്ളു ഉപ്പിട്ടതാണ്, കാരണം ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ അപ്പോൾ നമുക്ക് വീണ്ടും പഴത്തേക്കൻ്റെ വരാം. പക്ഷേ ഇവിടെ ഏട്ടൻ്റെ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി വെള്ളം പോലെയായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതാണ് അവിടെ ഇഷ്ടം. മക്കൾക്ക് പിന്നെ രണ്ടും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇത്തിരി വെള്ളം പോലെയായിട്ട് എടുത്തേക്കണത്. അത് കഴിഞ്ഞാൽ പായസം ഇളക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാവും. പിന്നെ കുറച്ച് പപ്പടം കൂടി വറുത്തെടുത്തു. അങ്ങനെ നമ്മളിനി കഴിക്കാൻ പോവാട്ടോ. റെഡി ഉണ്ട് പായസം ഇതല്ലേ പറഞ്ഞേ? പിന്നെ ചോദിച്ചാലോ എല്ലേന്ന് പോവോ? ഇല്ല. അയ്യോ പോവട്ടെ ചോദിച്ചോ. ചൂടുണ്ടാ? ചൂടുണ്ട്. ആണോ? ഇവിടേക്ക് ആക്കി കഴിച്ചോ. ഒത്തിട്ട് ഇത്തിരി ഇങ്ങോട്ട് നീങ്ങിയിരുന്നിട്ട് ഡേമോനെ എത്തണില്ല. ആ ടേസ്റ്റുണ്ടാ? കഴിച്ചോ? ഏട്ടൻ കഴിക്കണില്ലേ? പായസം അടക്കി ഒഴിച്ചാ കൂട്ടികളക്ക് പഴത്തേക്ക് കൂട്ടികളക്ക് കഴിച്ചോ. സൂപ്പറാണോ? ഞാനും ഇനി കഴിച്ചു നോക്കട്ടെ ഏട്ടാ. അമ്മയ്ക്കൊരു പപ്പടം തരുമോ?
കുറച്ച് കുറച്ച് പൊടിച്ചു കഴിക്കണേ. ചേച്ചിന്റെ ഓണായ പോലെ ഒന്നും അമ്മ ഒഴിച്ചു തരാം.